അപ്പം നമ്മള് എവിടെ വരെ പറഞ്ഞു നിർത്തിയേ? ബസ്സിന്റെ കാര്യം. നിങ്ങളെ ഓർമ്മശക്തി ഒന്ന് നോക്കട്ടെ. ബസ്. അയ്യോ ബസ്സല്ല, വാഹനം. അല്ല ബസ് വാഹനം ഒന്ന് പറയണതാണ്. അതാ നിർത്തി. സ്കൂളിൽ പോകുന്നല്ലേ? സ്കൂളും ഇംഗ്ലീഷാണേ. സ്കൂള് വിദ്യാലയം. വിദ്യാലയം. പിന്നെ അപ്പൊ നടന്നു പോകുന്നതാണല്ലേ? ഈ ഉച്ചക്ക് എന്താ സ്കൂളിൽ തിന്നാനുണ്ടായാല്? സ്കൂളിൽ ഉപ്പുമാവ് എല്ലാ ദിവസവും. ഉപ്പുമാവും പാലും. പാലും ഉണ്ടാവും? പാലും ഉണ്ട്. ഹോർലിക്സ് ഉണ്ടാവും? പാല് ഉണ്ട്. സത്യം, ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കാം. ഹെഡ്മാഷ് പ്രധാന അധ്യാപകനാണ്. എത്രയോ ഇംഗ്ലീഷായി പറയുന്നത്. അങ്ങനെ കൂടി പ്രധാന അധ്യാപകൻ ആരായിരുന്നു? മാധവമാഷ് പാലായനം കുടിക്കല്. കൊണ്ടുതരുന്ന ആളാണ്. എനിക്ക് ബുദ്ധി അറിവാട്ടോ. ഞാൻ വിചാരിച്ചു ഇപ്പോഴാണ് സ്കൂള് പാലും മുട്ടയും പഴമൊക്കെ പണ്ടുണ്ടായിട്ടുണ്ടായിരുന്നല്ലേ? ഉപ്പുമാവ്. ഇപ്പോഴത്തെ ഉപ്പുമാവല്ല, വേറെ റവന്റെ മറ്റേ ഗോതമ്പൊടി എല്ലാം കൂടി എടുത്തിട്ട് തരുന്നല്ലേ. ചോറില്ല, കഞ്ഞി ഉണ്ടാകാനും ചില സമയത്തൊക്കെ നമ്മൾ പാത്രം ചെറുപാട് വെച്ചിട്ട് അതിൽ കഞ്ഞീരും ഒരു കുയ്യുണ്ടാക്കിയിട്ട് അതിൽ വെക്കുക. എന്തൊക്കെ ഉണ്ടെങ്കിലും ഒരു കുയ്യല്ലാണ്ട് ഏതെങ്കിലുമൊക്കെ കഞ്ഞിട്ടു 5 രൂപ. കുഴിയില് ഇലയൊക്കെ വെച്ചിട്ടാണ് കോയക്കുട്ടിക്ക എടുക്കുന്നതോടൊപ്പം തന്നെ ബിസിനസ്സും നടത്തുന്നുണ്ട്. ചെറിയ ചെറിയ കച്ചവടവും, ചെറിയ അടക്ക അത് വാങ്ങുക, അയ്യ വാങ്ങുക, അങ്ങനെയൊക്കെ ചെറിയ ചെറിയ പരിപാടി. 29 കൊല്ലം ഭൂസ്വത്തുക്കളുടെ ഉടമയായി മാറിയതല്ലേ. ഇപ്പൊ കൃഷി ഇതൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ഒരാരെയും വിളിച്ചിട്ടൊക്കെ നമ്മൾ പണി ആരെയും വിളിക്കാണ്. ഇന്നും നാട്ടിക്ക് 20 കൂടം പൂള ഇന്ന് രാവിലെ ഞാൻ പഠിത്താരാ. രാവിലെ മുതൽക്ക് എഴുന്നേറ്റ് എന്തൊക്കെയാ ഭക്ഷണങ്ങളെ കാരണം നമ്മളെ വീട്ടിൽ തന്നെ 10 മണിക്ക്. 10 മണിക്ക് രാവിലെ എന്തോ ബിസ്ക്കറ്റും ചായ. പിന്നെ ഉച്ചക്ക് നല്ല ചോറും മീൻകറിയും. വൈകുന്നേരം ഇവിടുത്തെ ചായ. രാത്രി അങ്ങനെ തന്നെ മീൻകറിയും ചോറും. നിർബന്ധമാണ് ചോറൊക്കെ. ഷുഗർ, പ്രഷർ എന്നുള്ള പ്രഷർ അതിന് ഗുളിയുണ്ട്. ഇതൊക്കെ മലയാളാണേ. ഗുളിക ഒക്കെ ഷുഗർ പഞ്ചസാര